അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിഷയം: ഓഹരി പ്രകാരം അനന്തര സ്വത്ത് തികയാതിരുന്നാൽ. പഠന ക്ലാസ് 3. ആദ്യം മിൻഹാജു ത്വാലിബീനിലെ ഒരു ഇബാറത്ത് വായിക്കാം. വ ഇലാ തിസ്അത്തിൻ കഹും വ അഖിൻ ലി ഉമ്മിൻ. വ ഇലാ തിസ്അത്തിൻ 9 കഹും അവരെപ്പോലെ. വ അഖിൻ ലി ഉമ്മിൻ ഉമ്മയൊത്ത സഹോദരനെപ്പോലെയും. വളരെ ചുരുക്കിയാണ് മിൻഹാജു ത്വാലിബീനിൽ രേഖപ്പെടുത്തിയത്. ഈ ഇബാറത്ത് മനസ്സിലാകാൻ വേണ്ടി ആദ്യം അറബിയിൽ വിശദീകരിക്കാം. വസിത്തത്തു തഊലു ഇലാ തിസ്അത്തിൻ കസൗജിൻ വ ഉഖ്തൈനി വ ഉമ്മിൻ വ അഖിൻ ലി ഉമ്മിൻ. വസിത്തത്തു 6, തഊലു അത് വർദ്ധിക്കും, ഇലാ തിസ്അത്തിൻ 9 6നെ 9 വർദ്ധിപ്പിക്കണം. 6നെ 9 വർദ്ധിപ്പിക്കേണ്ട മസ്അലയാണ് ഇനി പറയുന്നത്. അതിന് ഒരു ഉദാഹരണം: കസൗജിൻ വ ഉഖ്തൈനി വ ഉമ്മിൻ വ അഖിൻ ലി ഉമ്മിൻ. ഭർത്താവ് 2 സഹോദരികൾ, ഉമ്മയൊത്ത സഹോദരൻ എന്നിവരെ പോലെ. ഒരു സ്ത്രീ മരിക്കുകയും ആ സ്ത്രീയുടെ അനന്തരാവകാശികളായി അവളുടെ ഭർത്താവ്, അവളുടെ 2 സഹോദരികൾ, ഒന്നുകിൽ അവളുടെ മാതാപിതാക്കളൊത്ത സഹോദരികൾ, അല്ലെങ്കിൽ അവളുടെ പിതാവൊത്ത സഹോദരികൾ. അവളുടെ ഉമ്മ, അവളുടെ ഉമ്മയൊത്ത സഹോദരൻ എന്നിവർ അനന്തരാവകാശികളാവുകയും ചെയ്താൽ ഈ മസ്അലയുടെ അസുലുൽ മസ്അല 6 ആണെങ്കിലും 6 ഓഹരി വെച്ചാൽ ഇവർക്കെല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ല. അതിനാൽ 6നെ 9 ഔലാക്കണം. അസുലുൽ മസ്അല 6 ആണെങ്കിലും
6 ഓഹരി വെച്ചിട്ടല്ല ഇവർക്ക് ഓഹരി ചെയ്തു കൊടുക്കേണ്ടത്. ഈ മസ്അലയിൽ നീതിപൂർവം ഓഹരി ചെയ്തു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അനന്തര സ്വത്തിനെ 9 ഓഹരി വെക്കണം. എന്നിട്ട് 9-ൽ 3 ഭർത്താവിനും 9-ൽ 4 2 സഹോദരികൾക്കും 9-ൽ 1 ഉമ്മക്കും 9-ൽ 1 ഉമ്മയൊത്ത സഹോദരനും നൽകണം. ഈ മസ്അലയിൽ ഭർത്താവിന് പകുതിയാണ്, 2-ൽ 1. മരിച്ച സ്ത്രീക്ക് സന്താനവും മകന്റെ സന്താനവും ഇല്ലാത്തതുകൊണ്ട് അവളുടെ ഭർത്താവിന് പകുതിയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഈ മസ്അലയിൽ പകുതി കൊടുക്കാൻ തികയുകയില്ല. ഈ മസ്അലയിൽ മാതാപിതാക്കൾ ഒത്ത 2 സഹോദരികൾക്ക് 3-ൽ 2. മാതാപിതാക്കളൊത്ത 2 സഹോദരികൾക്ക് പകരം പിതാവൊത്ത 2 സഹോദരികളാണെങ്കിലും 3-ൽ 2 തന്നെയാണ്. സന്താനം, മകന്റെ സന്താനം മാതാപിതാക്കളൊത്ത സഹോദരൻ എന്നിവരിൽ ഒരാളും ഇല്ലാത്തതുകൊണ്ട് മാതാപിതാക്കളൊത്ത 2 സഹോദരികൾക്ക് 3-ൽ 2 കൊടുക്കേണ്ടത്. പക്ഷേ ഈ മസ്അലയിൽ 3-ൽ 2 കൊടുക്കാൻ തികയുകയില്ല. ഈ മസ്അലയിൽ ഉമ്മക്ക് 6-ൽ 1. സഹോദരീ സഹോദരന്മാരിൽ നിന്ന് ഒന്നിലധികം ആളുകൾ ഉള്ളതുകൊണ്ട് ഉമ്മക്ക് 6-ൽ 1 കൊടുക്കേണ്ടതുള്ളൂ. എന്നാൽ ഈ മസ്അലയിൽ ഉമ്മക്ക് 6-ൽ 1 പോലും കൊടുക്കാൻ തികയുകയില്ല. അതിനാൽ 9-ൽ 1 കൊടുക്കേണ്ടതുള്ളൂ. ഈ മസ്അലയിൽ ഉമ്മയൊത്ത സഹോദരന് 6-ൽ 1. 6-ൽ 1 കൊടുക്കാൻ തികയാത്തതിനാൽ ഈ മസ്അലയിൽ ഉമ്മയൊത്ത സഹോദരന് 9-ൽ 1 കൊടുക്കേണ്ടതുള്ളൂ. ഇനി മരിച്ച വ്യക്തിയുടെയും ആ വ്യക്തിയുടെ അനന്തരാവകാശികളുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് ഉദാഹരണം കൂടുതൽ വ്യക്തതയുള്ളതാക്കാം. ജമീല മരിച്ചു. ജമീലയുടെ ഭർത്താവ് ജമീൽ. ജമീലയുടെ 2 സഹോദരികൾ, 1 നസീഹ, 2 അർവ. ജമീലയുടെ ഉമ്മ സീനത്ത്. ജമീലയുടെ ഉമ്മയൊത്ത
സഹോദരൻ ഹാഷിർ ഭർത്താവിന്റെ നിശ്ചിത വിഹിതം എത്ര? 1/2. അനന്തര സ്വത്ത് 9 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. $9 ലക്ഷം രൂപയുടെ പകുതി 4.5 ലക്ഷം രൂപ ഈ മസ്അലയിൽ ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒൻപത് ഓഹരികൾ വെക്കണം. അതിന്റെ പകുതി 4.5 ഓഹരികളാണ്. അതനുസരിച്ച് അനന്തര സ്വത്തായ 9 ലക്ഷം രൂപയിൽ നിന്ന് 4.5 ലക്ഷം രൂപ ഭർത്താവിന് കൊടുക്കണം. അത് കൊടുക്കാൻ തികയാത്തത് കൊണ്ട് 9 ഓഹരികളിൽ നിന്ന് 3 ഓഹരികൾ മാത്രമേ ഈ മസ്അലയിൽ ഭർത്താവിന് കൊടുക്കേണ്ടതുള്ളൂ. ഈ മസ്അലയിൽ 9 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപ മാത്രമാണ് ഭർത്താവ് ജമീലിന് കൊടുക്കേണ്ടത്. രണ്ടു സഹോദരികളുടെ നിശ്ചിത വിഹിതം എത്ര? 3/2. 9 ലക്ഷം രൂപയെ 9 ഓഹരികളാക്കി. 9ന്റെ 3/2 6 അതിനാൽ 9/6 രണ്ടു സഹോദരികളുടെ നിശ്ചിത വിഹിതമായി കൊടുക്കേണ്ടതല്ലേ? എന്നാൽ 9/6 കൊടുക്കാൻ തികയുകയില്ല. 3/2 കൊടുക്കാൻ തികയുകയില്ല. ഈ മസ്അലയിൽ 9/6 കൊടുക്കാൻ തികയുകയില്ല. അതിനാൽ 9/4 രണ്ടു സഹോദരികൾക്ക് കൊടുക്കേണ്ടത്. മരിച്ച ജമീലയുടെ രണ്ടു സഹോദരികളായ നസീഹക്കും അർവാക്കും 9/4 കൊടുക്കേണ്ടത്. നസീഹക്ക് 9 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ കൊടുക്കണം. അർവാക്കും 2 ലക്ഷം രൂപ കൊടുക്കണം. ഈ മസ്അലയിൽ ഉമ്മയുടെ നിശ്ചിത വിഹിതം എത്ര? 1/6. 1/6 കൊടുക്കാൻ തികയുമോ? ഇല്ല. അതിനാൽ എത്രയാണ് കൊടുക്കേണ്ടത്? 9/1. അനന്തര സ്വത്തായ 9 ലക്ഷം രൂപയിൽ നിന്ന് അതിൻ്റെ കൃത്യം 1/6 കൊടുക്കാൻ തികയാത്തതിനാൽ അതിൻ്റെ കൃത്യം 9/1 ഉമ്മക്ക് കൊടുക്കേണ്ടത്. അനന്തര സ്വത്തായ 9 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ മാത്രം ഈ മസ്അലയിൽ ഉമ്മക്ക് കൊടുക്കണം. ഉമ്മയൊത്ത സഹോദരന്റെ നിശ്ചിത വിഹിതം എത്ര? 1/6. 1/6 കൊടുക്കാൻ തികയുമോ? ഇല്ല. 9/1 കൊടുക്കാൻ തികയുകയുള്ളൂ. അനന്തര സ്വത്തായ
9 ലക്ഷം രൂപയുടെ കൃത്യം 1/6 കൊടുക്കാൻ തികയാത്തതിനാൽ അതിന്റെ കൃത്യം 9/1 ഉമ്മയൊത്ത സഹോദരൻ ഹാഷിറിന് കൊടുക്കണം. അനന്തര സ്വത്തായ 9 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ മാത്രം ഉമ്മയൊത്ത സഹോദരൻ ഹാഷിറിന് കൊടുക്കണം. ഓരോരുത്തർക്കും എത്രയാണ് കൊടുക്കേണ്ടത് ഒന്നുകൂടി പറയാം. മരിച്ച ജമീലയുടെ ഭർത്താവ് ജമീലിന് 9 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപയും മരിച്ച ജമീലയുടെ നസീഹ എന്ന സഹോദരിക്ക് 2 ലക്ഷം രൂപയും അർവ എന്ന സഹോദരിക്ക് 2 ലക്ഷം രൂപയും മരിച്ച ജമീലയുടെ ഉമ്മ സീനത്ത് എന്നവർക്ക് 9 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയും മരിച്ച ജമീലയുടെ ഉമ്മയൊത്ത സഹോദരൻ ഹാഷിറിന് 9 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയും കൊടുക്കണം. ഇനി ഞാൻ പറഞ്ഞ കണക്കുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു കടലാസ് എടുത്ത് നിങ്ങൾ ഈ കണക്ക് ചെയ്തു നോക്കുക. ബോധ്യപ്പെടുന്നത് വരെ ഈ കണക്ക് ചെയ്തു നോക്കണം. വല്ല സംശയവും ഉണ്ടെങ്കിൽ എന്നോട് PM-ൽ ചോദിക്കണം. അനന്തര സ്വത്ത് കൃത്യമായി ഓഹരി ചെയ്തു കൊടുക്കാൻ പഠിക്കണം. ഓഹരി പ്രകാരം അനന്തര സ്വത്ത് തികയാതിരുന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നന്നായി പഠിക്കണം. ഈ മസ്അല എല്ലാവരും നന്നായി മനസ്സിലാക്കുക. മനസ്സിലാകുന്നത് വരെ പഠിക്കുക. കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.